നെക്സ്റ്റ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും. നമ്മുടെ തലയിൽ മുടി വട്ടത്തിൽ പോകുക. അത് കുട്ടികൾക്കും വലിയ ആൾക്കാരിലും എല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. ഈ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സെൽസ്, നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമുക്ക് എതിരായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട നമ്മുടെ പ്രതിരോധ ശക്തിയുള്ള സെൽസ് അത് നമുക്കെതിരായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ടൈം. അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും. അത് ഹെഡ് ടു ടോ, അതായത് തലയിലെ മുടി തൊട്ടിട്ട് നഖം വരെയുള്ള എല്ലാ ഭാഗത്തും ഹെയർ ഫോളിക്കിൾസ് ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. അപ്പോൾ അത് പലപ്പോഴും അതിന് നമ്മൾ പറയണത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് ചെറിയ വട്ടത്തിൽ പോകുന്നതിന് അടുത്ത സ്റ്റേജിന് നമ്മൾ പറയും തല മൊത്തം പോകുന്നതിന് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയും. കൈയും തലയിലും ദേഹത്തെ രോമവും നഖവും ഒക്കെ കേടുവന്ന് പോകുന്നതിന് നമ്മൾ യൂണിവേഴ്സാലിസ് എന്ന സ്റ്റേജ് വരും. അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയും. ഇതിന് നമ്മുടെ ക്ലാസിഫിക്കേഷൻ തന്നെ പറയണത് വി കോൾ ഇറ്റ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് വി കോൾ ഇറ്റ് എസ് പ്രീ ഹൈപ്പർടെൻഷൻ സ്റ്റേജ്. അതായത് BP കൂടാൻ ചാൻസ് ഉള്ള പേഷ്യൻസിനാണ് നമ്മൾ പലപ്പോഴും ഈ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞ സയൻസ് കാണുന്നത്. അതിപ്പോൾ ചെറിയ കുട്ടികൾ കണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ കാണും, അതൊരു സ്ട്രെസ് ലെവൽ അവരിലും കൂടുന്ന പല കണ്ടീഷൻസും ഉണ്ട്. പിന്നെ ഈ BP കൂടാൻ ചാൻസ് ഉള്ള കണ്ടീഷൻസ് എന്ന് കഴിഞ്ഞാൽ BP വളരെയധികം നമുക്ക് ആ ടോളറൻസ് ലെവലിൻ്റെ മേലെ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമുക്കെതിരായിട്ട് തന്നെ പ്രവർത്തിച്ചു വരുന്ന സെൽസാണ്. അപ്പോൾ ആദ്യം ചെറിയൊരു വട്ടത്തിലാകും പോകുന്നുണ്ടാവും, ഒരു 25 വയസ്സ് വട്ടത്തിൽ. പിന്നെ ആ വലുപ്പം വെച്ച് അത് വീണ്ടും 2-3 വട്ടങ്ങൾ ഒന്നിച്ച് ചേർന്ന് പിന്നെ തല മൊത്തം പോവുക, പിരികം പോവുക, ദേഹത്തെ രോമം പോവുക, മീശ, അതേപോലെ ഈവൻ നഖത്തിൽ വരെ കേടുവരുന്ന സ്റ്റേജസ് വരും. ഇനി അടുത്തൊരു സ്റ്റേജ് വരുന്നതെന്ന് വെച്ചാൽ ട്രിക്കോട്ടിലോമാനിയ എന്ന് പറയും. അതായത് മുടി സ്വയം വലിച്ച് പറിച്ചു കളയുക. അതായത് അത് പറിച്ചു കളയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അത് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള സാഡ്നെസ്സോ അല്ലെങ്കിൽ ഉള്ളിലുള്ള അൺഹാപ്പി ക്യാരക്ടേഴ്സ് എന്തെങ്കിലും അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അറ്റൻഷനായിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പല രീതികളായിരിക്കും മുടി പറിച്ചു കളയാൻ. ശരിക്കും പറഞ്ഞാൽ മുടി പറിച്ചു കളഞ്ഞ സാധാരണ മുടി തിരിച്ചു വരണം. കാരണം ഹെയർ ഫോളിക്കിൾസിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. 18 to 20 times ആണ് ഒരു മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ കപ്പാസിറ്റി കുറയും. കാരണം ഒരു മുടി വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് സ്റ്റേ ഫോർ അറ്റ്ലീസ്റ്റ് ഒരു 3 to 5 years മിനിമം. അതായത് 5 to 8 years പറയും, പക്ഷേ 3 to 5 years എങ്കിലും സ്റ്റേ ചെയ്യണം. പക്ഷേ നമ്മൾ എപ്പോഴും മുടി പറിച്ച് കളയണം ടെൻഡൻസി ഉള്ളവർ പലപ്പോഴും സ്ട്രെസ് വരുമ്പോഴും, പലപ്പോഴും എന്തെങ്കിലും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴും, പലപ്പോഴും കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാരും പലപ്പോഴും ഈ ട്രിക്കോട്ടിലോമാനിയ എന്നുള്ള കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് കുറേയൊക്കെ രീതികൾ ചെയ്യേണ്ട കൗൺസിലിംഗ് മെത്തേഡ്സിൽ കൂടെയൊക്കെയാണ് ഇത് എടുക്കേണ്ടത്. പല ആൾക്കാരും ഇത് തുറന്ന് പറഞ്ഞോളണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞോളണമെന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കൗൺസിലിംഗ് കൂടെയും 2-3 സിറ്റിംഗ് കൂടെയാണ് ഈ ഒരു കേസുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയുക. പലപ്പോഴും ഇതിന് നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ഇത് കുറച്ച് പേഷ്യൻ്റെ ഭാഗത്ത് നിന്ന് കൺട്രോൾ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. കാരണം വെച്ചാൽ പേഷ്യൻ്റെ ജസ്റ്റേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഇത് മുടി പിടിച്ച് വലിക്കുക എന്നുള്ളത്. അയാൾക്കൊരു സന്തോഷം നൽകുമ്പോൾ മുടി പിടിച്ച് വലിക്കുക എന്നുള്ളത്. അപ്പോൾ അതും നമ്മൾ പേഷ്യൻ്റ് ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്യാവുന്ന സംഭവമാണ്. ഇനി മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലേക്കാണ് നമ്മൾ അധികം പോകേണ്ടത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു എല്ലാവർക്കും മുടി കൊഴിയും, അതിനനുസരിച്ച് റേറ്റ് ഓഫ് ഗ്രോത്ത് വേണം. അപ്പോൾ മുടി കൊഴിയുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനനുസരിച്ച് നമുക്ക് ഫുഡ് ഹാബിറ്റ്സും സപ്ലിമെൻറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചുള്ളത്, ഈ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ടെൻഷനുണ്ട്. മുടി പോവുകയാണ്, അപ്പോൾ ആ ടെൻഷൻ കൂടുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുടി കൊഴിച്ചിൽ കൂടും. ഇപ്പോൾ നമ്മൾ പറയുന്നത് തിങ്കിങ് അബൌട്ട് ദ കംപ്ലയിൻസ് അഗ്രവേറ്റ്സ്, അതായത് മുടിയെക്കുറിച്ച് തന്നെ കൂടുതൽ ചിന്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഒരു കുറച്ച് മുടിയാ പോകുമ്പോൾ ടെൻഷൻ തുടങ്ങുകയും അത് പോയി ചെറിയ മുടി പോകണം. പിന്നെ അതേപോലെ തന്നെ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വട്ടത്തിൽ പോയി തുടങ്ങുമ്പോൾ പല ആൾക്കാർക്കുള്ള കാര്യമാണ് ഈ ചെറിയ മുടി. ഈ വട്ടത്തിൽ പോകുന്ന ഈ അലോപേഷ്യ ഏരിയേറ്റ എന്ന് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലിമിറ്റിംഗ് ആണ്. അത് തിരിച്ചു വരാനുള്ള കഴിവ് അതിന് സ്വയമുണ്ട്. പൊതുവേ നമ്മുടെ ഫിസിക്കലും മെൻ്റൽ ലെവൽസും ഒന്നും കൂടി ഉയർത്തി കഴിഞ്ഞാൽ ലൈക്ക് ഉറക്കവും ഭക്ഷണവും വാട്ടർ ഇൻടേക്കൊക്കെ കൂട്ടുക, അതേപോലെ തന്നെ ടെൻഷൻസ് കുറയുക, അങ്ങനത്തെ ഒക്കെ സ്റ്റേജ് ആകുമ്പോൾ പൊതുവേ ഇത് റീസൈക്കിൾ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് തന്നെയുണ്ട്. ആ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നത് നമ്മൾ തന്നെയാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡ് ഹാബിറ്റ്സും സപ്ലിമെൻറ്റ്സും ഒക്കെ കൂട്ടി കൊടുക്കണം. എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മുടി എന്ന് പറയുന്നത് ഹെൽത്തിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുമ്പോഴും നമ്മുടെ സപ്ലിമെൻറ്റ്സ് ഇത് കാര്യങ്ങൾ കറക്റ്റായി പോകണം. പിന്നെ നമ്മുടെ ടെൻഷൻ അണ്ടർ കൺട്രോൾ, അണ്ടർ സ്ട്രെസ്, അണ്ടർ ഒരു ടോളറൻസ് ലെവലിൻ്റെ താഴെയുള്ള സ്ട്രെസ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഇതിന് പ്രോട്ടീൻ ഡയറ്റ്, ഹൈ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ ഡയറ്റ്, കടല, പയർ, ചെറുപയർ അങ്ങനത്തെ സപ്ലിമെൻറ്റ്സ്, അത് മുളപ്പിച്ചും സ്പ്രൗട്ട്സ് അതിൻ്റെ ഇൻടേക്കും കൂട്ടിയെടുക്കുക. നമ്മുടെ ഇൻടേക്ക് ഓഫ് ബോഡിയിൽ വാട്ടർ ലെവൽ ലൈക്ക് 8 to 10 glasses ഓഫ് വാട്ടർ, അത് പലപ്പോഴും നമ്മുടെ ബോഡിയിൽ ഒരു കൂളൻ്റാണ്. ആ ഇൻടേക്ക് ഓഫ് വാട്ടർ അതിൻ്റെ ലെവൽ കൂട്ടി കൊടുക്കുക. പിന്നെ ഉറക്കം പലപ്പോഴും പല ആൾക്കാർക്കും ഉണ്ടാകുന്നത് നമ്മളൊരു ചേഞ്ച് ഓഫ് പ്ലേസ് വരുമ്പോൾ ഉറക്കം മാറുക, പിന്നെ അതുപോലെ ഉറക്കം കുറയുക, അതുപോലെ തന്നെ വെള്ളം മാറി കുളിക്കുക, പലപ്പോഴും ബോർവെല്ലിൻ്റെ വെള്ളം,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പലരും കാണുന്ന ആണുങ്ങൾ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ നന്നായി മുടി കൊഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും മുടി നീട്ടി വളർത്താം. ഈ മുടി നീട്ടി വളർത്തുകയെന്ന് വെച്ചാൽ ആണുങ്ങളിലും പെണ്ണുങ്ങൾക്കും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഹെയർ ഫോളിക്കിൾസും പെണ്ണുങ്ങൾക്ക് അതൊരു ലോങ് ഡ്യൂറേഷൻ ഹെയർ ഫോളിക്കിൾസാണ്. അപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ഹെയർ ഫോളിക്കിൾസ് ഉള്ള ഒരാൾ നീട്ടി മുടി വളർത്താൻ ശ്രമിച്ചാൽ അത് മുടി നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എപ്പോഴും മുടി ചെറുതാക്കി വയ്ക്കണം. എപ്പോഴും മുടി കൊഴിഞ്ഞു തുടങ്ങുന്ന ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം മുടി കൊഴിഞ്ഞു വരുന്ന സമയമാണെങ്കിൽ ഏറ്റവും ഷോർട്ടൻ ആക്കി വയ്ക്കുക. അതാണ് ഏറ്റവും റിട്ടൻഷന് ഏറ്റവും നല്ല കാര്യം. കാരണം പല ആൾക്കാരും മുടി കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ മുടി നീട്ടി വളർത്തി അത് കുറേ കൂടുതൽ വളർത്തി അതിൻ്റെ റിട്ടൻഷന് പോസിബിൾ അല്ലാത്ത രീതിയിലാണ് മുടി വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ പലരും ഉപയോഗിക്കുന്നത് ഡാർക്ക് കളേർഡ് ക്യാപ്സ്. പലരും ഈ മുടി കൊഴിയാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡഡ് ക്യാപ്സ് വയ്ക്കും. ലൈറ്റ് ഷെയ്ഡഡ് ക്യാപ്സ് ഒക്കെ കഴിവതും പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് ഷെയ്ഡഡ് കോട്ടൺ ക്യാപ്സ് എന്നുള്ള രീതിയിലും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഉള്ള മുടി ഷോർട്ടൻ ആക്കുക, സ്കാൽപ്പ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ഹെർബൽ ഷാമ്പൂസ് ഉപയോഗിക്കാൻ നോക്കുക. നമ്മുടെ ഫിസിക്കൽ ലെവൽസ് ലൈക്ക് ഉറക്കം, ഭക്ഷണം, വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ ചിട്ട പോലെ പോവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു സൈനാണ്. സോ മേക്ക് ഷുവർ യുവർ സ്ട്രെസ് അണ്ടർ കൺട്രോൾ.